കോൺഗ്രസിന്റെ പിന്നെ കോൺഗ്രസിന്റെ അല്ല, കോൺഗ്രസിന്റെ നേതാവാണല്ലോ ഈ മനുഷ്യൻ. നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അദ്ദേഹത്തെ CPM-ന്റെ ആളാക്കി മാറ്റിയിരിക്കുകയാണല്ലോ. പണ്ട് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? 5-ാമത്തെ വയസ്സിൽ നിന്നിട്ട് മുദ്രവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 25 കൊല്ലം കഴിഞ്ഞ ശേഷം 30-ാമത്തെ വയസ്സിലും ആക്കിയിട്ടുണ്ടാ പറയാ. നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും വ്യവസ്ഥ ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ പറയണ്ട, നിങ്ങൾ ചോദിച്ചോ. ആ ചോദ്യം ഞാൻ മറുപടി ഇങ്ങനെ പറയും. പിന്നെന്താ പറയുന്നതിന് അർത്ഥം? അദ്ദേഹം എപ്പോഴെങ്കിലും CPI-യുമായിട്ടോ ഇടതുപക്ഷ പാർട്ടിയായിട്ടോ ബന്ധമുണ്ടെന്നല്ല. ഇപ്പോൾ പ്രസിഡന്റിൽ എന്താണെന്നുള്ള സംഭവം ആയിക്കോട്ടെ. 5 കൊല്ലം കഴിഞ്ഞില്ലേ? 5 കൊല്ലം എന്തിനു പറയേണ്ട കാര്യം? അയാൾ ഇപ്പം എന്താന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ? 5 കൊല്ലത്തിന് അങ്ങനെ പറയണ്ട. 5 കൊല്ലം ഞാൻ പറയട്ടെ, 5 കൊല്ലം മുമ്പ് ഇന്നായിരുന്നു. എന്നാൽ 5 കൊല്ലത്തിന് ശേഷം ഇപ്പോഴ് അദ്ദേഹം UDF-ഉമായിട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഈ പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ നേതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആര് പറഞ്ഞു? എവിടെയാ പറഞ്ഞു? എവിടെയും പറഞ്ഞിട്ടില്ല, വെറുതെ പറയാണ്. ഇല്ല, ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഒരു ശരിയായ രീതിയിൽ കാര്യം കൈകാര്യം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ അഭിഭാഷക നേതൃത്വവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാളെ യഥാർത്ഥത്തിൽ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് എല്ലാ കുഴപ്പം ചെയ്യുന്നവരും എപ്പോഴും ഇടതുപക്ഷമായിരിക്കുമല്ലോ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആ പ്രയോഗം നടത്തിയത്. നിങ്ങൾ നേരത്തെ CPI അനുഭാവിയായിരുന്നു. എന്നാൽ ഇപ്പോഴും കോൺഗ്രസിന്റെ സംഘടനാ നേതാവാണ് എന്ന് പറഞ്ഞാൽ ശരി. ഞാൻ നിങ്ങൾ ഏതെങ്കിലും പത്രം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല. വളരെ ശ്രദ്ധേയമായ പത്രങ്ങൾ പലതും പറഞ്ഞത് അത് ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ്. ഒന്നും കൂടി നോക്കിയിട്ട് വേണം അടുത്ത പത്രസമ്മേളനത്തിൽ പറയാം. ഏതെല്ലാം പത്രത്തിൽ എങ്ങനെയൊക്കെയാ വാർത്ത വന്നതെന്ന് കൃത്യമായിട്ട് പറയാം. പോരെ? പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെയാണല്ലോ പ്രചരിപ്പിക്കുന്നത്. അത് VD സതീശൻ പറഞ്ഞതിന്റെ അല്ലേ നിങ്ങൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് എന്താണോ പറയുന്നത് അതല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന്റെയും കാതല്. അതല്ലേ ഞാൻ പറഞ്ഞത്.